ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ LDC 2024 ആദ്യഘട്ട എക്സാം ഈ മാസാവസാനം നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിവിഷനിലായിരിക്കും എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് അറിയാം, ഏറ്റവും കൂടുതൽ മാർക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. 20 മാർക്സാണ് ആനുകാലിക വിഷയങ്ങളിൽ നിന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം നന്നായി സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് PSC എങ്ങനെയൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അപ്പോൾ അതിനോടൊക്കെ അനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ പറയും. തീർച്ചയായിട്ടും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെൻ്റ് ആയിട്ട് കണ്ടുവന്നതിൽ നിന്നാണ് ഇങ്ങനെയുള്ള കുറേയധികം ചോദ്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിട്ടുള്ളവയിൽ 2022-23 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ. തിരൂർ വെറ്റില, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, ഇതിൻ്റെ ഇടയിലല്ല കേട്ടോ വരണ്ടേ, ഇതിൻ്റെ കൂടിയാണ്. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴം, ഇവയെല്ലാം. അപ്പോൾ എന്താണ് ഭൗമസൂചിക പദവി അഥവാ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്? അതൊന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് GI ടാഗ് എന്ന്. ഓക്കെ, തനത് കാർഷിക, കരകൗശല, ഭക്ഷ്യ, വ്യവസായ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുന്നതിനും മികച്ച വിപണി കണ്ടെത്തുന്നതിനും വ്യാപാരം പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഒരു പദവിയാണ് എന്ത്? ഭൗമസൂചിക പദവി. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷൻസിലുള്ള എല്ലാത്തിനും എന്ത് കിട്ടിയിട്ടുണ്ട്? GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളോട് സ്പെസിഫിക് ആയിട്ട് 2022-23 വർഷത്തിലെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് ഏതാണെന്നറിയോ? കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിയാണ്. അതിൻ്റെ കൂടെ നമുക്കറിയാം അട്ടപ്പാടി ആട്ടുകൊമ്പ് അവര, അതുപോലെ തന്നെ അട്ടപ്പാടി തുവര, ഓണാട്ടുകര എള്ള്, അതിനൊക്കെ തന്നെയും എന്തുണ്ട്? GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല കേട്ടോ, കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, ഇതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? 2022-23 സാമ്പത്തിക വർഷത്തിൽ GI ടാഗ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ GI ടാഗ് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും 2022-23 കിട്ടിയത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടാകും. എനിവേസ്, തിരൂർ വെറ്റിലയ്ക്ക് എന്നാണെന്നറിയോ ഈ പറയുന്ന GI ടാഗ് ലഭിച്ചത്? 2019 കേട്ടോ. അതുപോലെ തന്നെ ചെങ്ങാലിക്കോടൻ നേന്ത്രപ്പഴത്തിന് ഈ പറയുന്ന GI ടാഗ് ലഭിച്ചത് 2015. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. നമുക്കറിയാം നവര അരി, ഇതൊക്കെ തന്നെയും എന്തിൽ വരുന്നുണ്ട്? GI ടാഗിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. നോക്കി, വൈഫൈ സംവിധാനം വന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈഫൈ സംവിധാനം ഏതാണ്? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ആദ്യമായിട്ട് വൈഫൈ സംവിധാനം വന്ന കേരളത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. മൂന്നാമത്തെ ചോദ്യം നോക്കി, താഴെ പറയുന്നതിൽ 2023 ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ. ബേപ്പൂർ, കൊല്ലം, വിഴിഞ്ഞം, ഇവയെല്ലാം. ഏതെല്ലാമാണെന്നറിയോ? ഇതെല്ലാം ഉണ്ടോ? ഇവയെല്ലാം ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇവയെല്ലാം എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ബേപ്പൂരും വിഴിഞ്ഞം കൊല്ലം മൂന്നിനും എന്ത് ലഭിച്ചിട്ടുണ്ട്? ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി, 2023 ടെന്നീസ് ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട ജേതാവ് ആരാണ്? ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. റാഫേൽ നദാൽ എന്നാണ് കേട്ടോ. റാഫേൽ നദാൽ, മാർട്ടിന നവരത്ലോവ, സെറീന വില്യംസ്, നൊവാക് ജോക്കോവിച്ച്. അപ്പോൾ ആരാണെന്നറിയോ 2023 ടെന്നീസ് ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീട ജേതാവ്? നൊവാക് ജോക്കോവിച്ച് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു സെർബിയൻ താരമാണ്. ഓക്കെ, സെർബിയൻ താരമാണ്. അദ്ദേഹം 24 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് നേടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം നേടിയ പുരുഷ താരം ആര് തന്നെയാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹം റിലേറ്റഡ് ആയിട്ടുള്ള സ്പോർട്സ് ഇനം ഏതാണ്? ടെന്നീസാണ്. ഓക്കെ, അതുപോലെ തന്നെ 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ ആളാണ് റാഫേൽ നദാൽ. അദ്ദേഹം ഒരു സ്പാനിഷ് താരമാണ്. ഓക്കെ, മാത്രമല്ല നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന സെറീന വില്യംസ്, അവരെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. അവർ എന്താണ്, ഒരു അമേരിക്കൻ താരമാണ്. ഓക്കെ, സെറീന വില്യംസ്. അതുപോലെ തന്നെ എന്താണ്, ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ ടെന്നീസ് സിംഗിൾസ് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ വനിതാ താരമാണ്. ഓക്കെ, അത് ഒരു വനിതാ താരമാണ് സെറീന വില്യംസ്. അവർക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 23 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ താരമാണ്. ഓക്കെ, നെക്സ്റ്റ് 2024 വനിതാ T20 ലോകകപ്പ് വേദി. അപ്പോൾ റീസെൻ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാം 2024 T20 വേൾഡ് കപ്പ് പുരുഷ ലോകകപ്പ് കഴിഞ്ഞു അല്ലേ? ഇന്ത്യയാണ് ജേതാക്കൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അത് എവിടെയാണ് നടന്നത്? വെസ്റ്റ് ഇൻഡീസും USA ആയിരുന്നു വെന്യൂസ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആരായിരുന്നു? സൗത്ത് ആഫ്രിക്ക ആയിരുന്നു ഫൈനലിൽ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു T20 കൂടി
T20 വേൾഡ് കപ്പിൽ നിന്ന് വിരമിച്ചത് 3 പേരാണ്. വിരാട് കോഹ്ലി, അതുപോലെ തന്നെ രോഹിത് ശർമ്മ, പിന്നെ ജഡേജ. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ, ചിലപ്പോൾ ഒരു ചോദ്യമായേക്കാം. നമുക്ക് ബാക്ക് ടു ക്വസ്റ്റ്യൻ. 2024 വനിതാ T20 ലോകകപ്പ് വേദി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണെന്നറിയോ? ബംഗ്ലാദേശാണ് കേട്ടോ. ബംഗ്ലാദേശാണ് 2024 വനിതാ T20 ലോകകപ്പ് വേദി. എന്നാൽ 2026 വേദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടാണ്. ഓക്കെ, 2026 വനിതാ T20 ലോകകപ്പ് വേദി ഏതാണ്? ഇംഗ്ലണ്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 G20 അംഗമായ രാജ്യം ഏതാണ്? G20 അംഗമായ രാജ്യം ഏതാണ് 2023? ഓക്കെ, അപ്പോൾ ഓൾറെഡി G20 എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം 20 രാജ്യങ്ങൾ അതിലുണ്ടാവണം അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ആരൊക്കെയുണ്ട് G20നെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് വായിച്ചിട്ടുള്ളവർക്ക് ഏതൊക്കെ രാജ്യങ്ങളാണ് ഉള്ളതെന്ന് അറിയാം. അപ്പോൾ ഇതിൽ 2023 പുതുതായിട്ട് അംഗമായ രാജ്യം ഏതാണെന്നറിയോ? ആഫ്രിക്കൻ യൂണിയനാണ്. ഓക്കെ, ആഫ്രിക്കൻ യൂണിയനാണ്. അപ്പോൾ അതോടുകൂടി എന്തായി മാറി? G20 എന്നുള്ളത് G21 എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഇന്ത്യ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇന്ത്യ G20 അംഗമാണ്. എന്നാൽ ശ്രീലങ്കയും ബംഗ്ലാദേശും അല്ല കേട്ടോ. ഓക്കെ, ശ്രീലങ്കയും ബംഗ്ലാദേശും G20 അംഗങ്ങളല്ല. അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 30ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 30ാമത് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. KP കുമാരൻ, ഹരിഹരൻ, TV ചന്ദ്രൻ, ഇവരാരുമല്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ എല്ലാവർക്കും തന്നെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ്, അതിൽ നമുക്ക് 30ാമത് കിട്ടിയത് ആർക്കാണ് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കി ആൻസറിലോട്ട് തന്നെ നമുക്ക് പോകാം. TV ചന്ദ്രനാണ് ഈ പറയുന്ന പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളാണ് നമ്മളിപ്പോൾ, അതായത് അദ്ദേഹത്തിൻ്റെ കൃതികളല്ല, അദ്ദേഹത്തിൻ്റെ സിനിമകൾ പറയുകയാണെങ്കിൽ പൊന്തൻ മാട, അതുപോലെ തന്നെ പാടമൊന്നും ഒരു വിലാപം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളാണ്. അതുപോലെ തന്നെ KP കുമാരന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് 2021 കേട്ടോ. അദ്ദേഹത്തിന് JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ സംവിധായകനായ ഹരിഹരന് 2019 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. 2024 ജനുവരിയിൽ 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏത്? എല്ലാവർക്കും അറിയാമായിരിക്കും, കൊല്ലമാണ് അല്ലേ. 2024 ജനുവരിയിൽ 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത്. ഫസ്റ്റ് കിട്ടിയത് ആർക്കാണെന്നറിയോ? അതിൽ കണ്ണൂരിനാണ് ഫസ്റ്റ് കിട്ടിയത് കേട്ടോ. സെക്കൻഡ് ആരായിരുന്നു? കോഴിക്കോടായിരുന്നു. ഓക്കെ, കോഴിക്കോടായിരുന്നു. ഇനി 61ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? കോഴിക്കോടാണ് അല്ലേ. കോഴിക്കോടായിരുന്നു ജില്ല. അതിൽ ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത് ആർക്ക് തന്നെയായിരുന്നു? കോഴിക്കോടിന് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതാണ്. രാജ്യത്തെ ആദ്യ സഹകരണ കയറ്റുമതി നിലവിൽ വരുന്നത് എവിടെയാണെന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻസ് കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, ഇവയൊന്നുമല്ല. ഏതാണെന്നറിയോ? ആദ്യ സഹകരണ കയറ്റുമതി നിലവിൽ വരുന്നത് രാജ്യത്തെ തന്നെ കൊച്ചിയാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം. സംസ്ഥാനത്തെ എല്ലാ പൗരന്മാർക്കും സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് ചോദ്യം. അപ്പോൾ നോക്കി, അപ്പോൾ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഏതാണ്? രാജസ്ഥാൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കണ്ണൂർ, തൃശ്ശൂർ, കാസർഗോഡ്, പാലക്കാട്. ഏതാണെന്നറിയോ? കാസർഗോഡാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെയധികം ടു ദി പോയിൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ഭാഗത്ത് നിന്ന്. ദെൻ കേരളത്തിലെ ആദ്യ ദുരിതാശ്വാസ അഭയ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. ആലപ്പുഴ, കാസർഗോഡ്, ഇടുക്കി, തിരുവനന്തപുരം. ഏതാണെന്നറിയോ? ആലപ്പുഴയാണ് കേട്ടോ. ആലപ്പുഴയിലെ മാരാരിക്കുളത്താണ് ഇത് ആദ്യമായിട്ട് ഈ പറഞ്ഞ ദുരിതാശ്വാസ അഭയകേന്ദ്രം നിലവിൽ വരുന്നത്. ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതെന്ന് നമ്മൾ എന്തായാലും റീസെൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ ചന്ദ്രയാൻ 3നെ കുറിച്ച് നോക്കി വയ്ക്കും അല്ലേ. വിക്ഷേപണ തീയതി, പ്രൊജക്ട് ഡയറക്ടർ, മിഷൻ ഡയറക്ടർ, എന്തൊക്കെയാണ് പ്രത്യേകത, എന്ന് പുറപ്പെട്ടു, അതായത് എന്ന് വിക്ഷേപിച്ചു, എന്ന് അവിടെ ലാൻഡ് ചെയ്തു, എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് നോക്കും. അതുപോലെ തന്നെ ചന്ദ്രയാൻ 2നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചന്ദ്രയാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ഓക്കെ, ചന്ദ്രയാൻ 2നെ കുറിച്ച് മുൻപത്തെ ഒരു വർഷത്തെ ഇതിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കി, എന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത്? നമുക്ക് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 2019 ജൂലൈ തന്നെ 22, 23, 21, 20 എന്നാണ് നമുക്ക് ആ ഒരു മാസവും വർഷവും സെയിം ആയിട്ട് തന്നെ ഡേറ്റ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഓപ്ഷൻസ് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണം, എക്സാക്ട് ഡേറ്റ് തന്നെ പഠിച്ചു വെക്കണം. ഏതാണെന്നറിയോ? ആ തീയതി 2019 ജൂലൈ 22 2019 ജൂലൈ 22 അതായത് ചന്ദ്രയാൻ 2 ജൂലൈ 22 ജൂലൈ 22 എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ നോക്കി, വിക്ഷേപണ വാഹനം ഏതാണ്? GSLV
മാർ അതായത് MK3M1 ഇതാണ് വിക്ഷേപണ വാഹനം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ചന്ദ്രയാൻ 2ൻ്റെ ക്രാഷ് ലാൻഡിങ് നടന്ന പോയിന്റിൻ്റെ പേര് ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ്? തിരങ്ക പോയിന്റ് ആണല്ലേ ക്രാഷ് ലാൻഡ് ചെയ്തത്. അപ്പോൾ ഈ സമയത്ത് അതായത് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഡയറക്ടർ ആരായിരുന്നു? ഡയറക്ടർ വനിത മുത്തയ്യ. ആരാണ്? വനിത മുത്തയ്യ ആയിരുന്നു കേട്ടോ. ഓക്കെ, പ്രൊജക്ട് ഡയറക്ടർ ചന്ദ്രയാൻ 2ൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ചന്ദ്രയാൻ 3ൻ്റെ കാര്യങ്ങളും കൂടി നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, ചന്ദ്രയാൻ 3ൻ്റെ ആരാണ്? ചന്ദ്രയാൻ 3ൻ്റെ നമുക്കൊന്ന് നോക്കാം ആരാണെന്നുള്ളത്. എല്ലാവർക്കും അറിയാമായിരിക്കും. പ്രൊജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറും നോക്കിക്കണം. പ്രൊജക്ട് ഡയറക്ടർ വീരമുത്തുവേലാണ്. ഓക്കെ, വീരമുത്തുവേൽ ചന്ദ്രയാൻ 3യുടെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേര് എന്ത്? ഇത് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ സ്പേസ് എക്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്തിരിക്കണം എല്ലാവരും. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനിയുടെ ബഹിരാകാശ ടൂറിസം പദ്ധതിയുടെ പേര് എന്തെന്ന് എക്സാക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏതാണെന്നറിയോ? ഇൻസ്പിരേഷൻ 4 ആണ്. ഇൻസ്പിരേഷൻ 4. അപ്പോൾ ഈ നിസാർ എന്താണ്? നിസാർ എന്ന് പറയുന്നത് നാസയുടെയും അതുപോലെ തന്നെ നാസയുടെയും ISROയുടെയും സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യമാണ്. ഓക്കെ, സംയുക്ത ഭൗമ നിരീക്ഷണ ദൗത്യമാണ് നിസാർ. അതിൻ്റെ ഫുൾ ഫോം നാസ ഇസ്രോ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നുള്ളതാണ് നിസാർ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൽ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പർച്ചർ റഡാർ വികസിപ്പിക്കുന്നതും വിക്ഷേപിക്കുന്നതിനുമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇത്. ഓക്കെ, ഭൂകമ്പത്തെ കുറിച്ചുള്ള പഠനത്തിനായിട്ടൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം മാത്രമല്ല ഡ്യുവൽ ഫ്രീക്വൻസിയിൽ അതിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ് എന്ത്? നിസാർ. ഉപഗ്രഹമായിരിക്കും നിസാർ. ഓക്കെ, അപ്പോൾ ഇതിൽ ഡാർട്ടിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി മുൻപത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ എന്താണ് ഡാർട്ട്, അതിൻ്റെ ഫുൾ ഫോം എന്താണ്, ആരുടെ ഇതിൽ നിന്നുള്ളതാണെന്നൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ തീർച്ചയായും കണ്ടേക്കുക കേട്ടോ. ചോദ്യം നോക്കൂ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. ഹിക്കാരു നക്കാമുറ, മാഗ്നസ് കാൾസൺ, ഡിങ്ക് ലിറൻ. ഇവരാരുമല്ല. പെട്ടെന്ന് തന്നെ നമ്മൾ മാഗ്നസ് കാൾസൺ കാണുമ്പോൾ കുത്താനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ഓപ്ഷൻ കറപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അദ്ദേഹമല്ല. ആരാണെന്നറിയോ? ഡിങ്ക് ലിറനാണ്. ഓക്കെ, ഡിങ്ക് ലിറൻ ചൈനീസ് അതായത് ചൈനക്കാരനാണ് അദ്ദേഹം. ഓക്കെ, ദെൻ ലാസ്റ്റ് ചോദ്യം. 2023 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാന്നുള്ളതാണ്. MR വീരമണി രാജു, ആലപ്പി രംഗനാഥ്, ശ്രീകുമാരൻ തമ്പി, ഇളയരാജ. ആക്ച്വലി ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള എല്ലാവർക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമ്മളോട് 2023 ചോദിച്ചിട്ടുള്ളത്. 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഏതൊക്കെ വർഷങ്ങളിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഇളയരാജയ്ക്ക് 2020 അതായത് ഇളയരാജ അദ്ദേഹത്തിന് 2020 ഈ പറയുന്ന ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ ആലപ്പി രംഗനാഥ് അദ്ദേഹത്തിന് 2022 ഈ പറയുന്ന പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ 2021 വീരമണി രാജു അദ്ദേഹത്തിന് MR വീരമണി രാജു അദ്ദേഹത്തിന് ഈ പറയുന്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2023 വയലാർ അവാർഡും ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന രചനയ്ക്കാണ് കേട്ടോ അത് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ 2023 ഹരിവരാസനം പുരസ്കാരവും വയലാർ അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. തുടർന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളപ്പോൾ അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഒരു വീഡിയോയിൽ കാണാം. ഇനി വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. എങ്ങനെ നമുക്ക് റിവിഷനൊക്കെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിവിഷൻ എങ്ങനെയാണ് നമ്മുടേതായ രീതിയിലുള്ളൊരു റിവിഷൻ സ്ട്രാറ്റജി, ഇതൊക്കെ നമുക്കതിൽ പറയാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.